രാഹുൽ ഗാന്ധിയെ പോലെ വാ തുറന്നാൽ വിഡ്ഢിത്തരം മാത്രം വിളമ്പുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ഇല്ല എന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവനയും പൊക്കിപ്പിടിച്ചാണ് രാഹുൽ, അതായത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മരിച്ചതാണ് എന്നും അത് മനസ്സിലാക്കാത്ത രണ്ടേ പേരെ ഇന്ത്യയിൽ ഉള്ളൂ എന്നും അത് പ്രധാനമന്ത്രിയും ധനമന്ത്രിയുമാണ് എന്നാണ്. സത്യം പറയാമല്ലോ, രാഹുൽ ഗാന്ധി നാണം കെട്ടുപോയി, വെറുതെ വിഡ്ഢിയായി പോയി എന്ന് തന്നെ പറയാം. BJP അദാനിയെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർത്തു എന്നുകൂടി അണ്ണൻ അങ്ങോട്ട് അടിച്ചുവിട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ പറഞ്ഞത് ഇന്ത്യയിൽ ഒരു സാധാരണക്കാരൻ വിശ്വസിക്കുമോ? ഇവിടെ ബുദ്ധിയുള്ള, ചിന്തിക്കാൻ ശേഷിയുള്ള നല്ല കോൺഗ്രസ്സുകാരുണ്ട്, അവർ വിശ്വസിക്കുമോ? ഞാൻ പറഞ്ഞത് അന്ധമായിട്ട് കോൺഗ്രസിൽ വിശ്വസിക്കുന്ന അടിമകളെ അല്ല കേട്ടോ, അതല്ലാത്ത കോൺഗ്രസ് പ്രവർത്തകർ, അവർ പോലും ഇത് വിശ്വസിക്കില്ല. ഇന്ത്യ ലോകത്തെ ഏറ്റവും മികച്ച 5 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് എന്ന് അറിയാത്ത ആളൊന്നുമല്ലല്ലോ ഈ രാഹുൽ ഗാന്ധി. പക്ഷെ എന്തെങ്കിലുമൊക്കെ ആരോപണം ഉന്നയിക്കണം എന്നുള്ളത് കൊണ്ട് അങ്ങ് അമേരിക്കയിൽ കിടക്കുന്ന, അതും സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തും വിളിച്ചു പറയാൻ മടിയില്ലാത്ത ട്രംപ് പറഞ്ഞതും പൊക്കിപ്പിടിച്ച് നടക്കാൻ കുറച്ച് ഉളുപ്പൊന്നുമല്ല കേട്ടോ വേണ്ടത്. അവിടെയാണ് ശശി തരൂരും മറ്റ് നേതാക്കളും കയറി രാഹുലിനെ തേച്ചൊട്ടിച്ചത്. തരൂർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: യൂറോപ്യൻ യൂണിയനുമായും ബ്രിട്ടനുമായും വ്യാപാര കരാറുകൾക്കായി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ വിപണി വികസിപ്പിക്കാൻ ധാരാളം സാധ്യതകളുണ്ട്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങേണ്ട ഒരു കാര്യവുമില്ല. നോക്കൂ എത്ര കൃത്യമായിട്ടാണ് തരൂർ കാര്യം പറഞ്ഞത്. ഈ ലോകത്ത് അമേരിക്ക മാത്രമേ ഉള്ളൂ. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതാണോ അവസാനത്തെ വാക്ക്? അത് മാത്രമാണോ സത്യം? ഒരിക്കലുമല്ല. ഇവിടെയാണ് തരൂരിനെ പോലെയുള്ള നേതാക്കളെ മാറ്റി നിർത്തുന്നത് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നത്. എഴുതി തയ്യാറാക്കി വെച്ച പോലെ എല്ലാ കാലത്തും അദാനി BJP കള്ളക്കളി ഇതും പറഞ്ഞിരുന്നാൽ ജനങ്ങൾ മൈൻഡ് പോലും ചെയ്യില്ല എന്ന് മാത്രമല്ല, BJP വളർന്നുകൊണ്ടിരിക്കും. കേരള രാഷ്ട്രീയത്തിൽ കിടന്ന കളിച്ച കളിയുമായിട്ട് കേന്ദ്രത്തിലേക്ക് ചെല്ലുന്നവരുടെ വാക്കും കേട്ട് ഓരോന്ന് പറയാനും പ്രവർത്തിക്കാനും നിന്നാൽ ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും. പണ്ടൊക്കെ കേരളത്തിൽ കേൾക്കുന്ന പോലെ എന്ത് സംഭവം ഉണ്ടായാലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നായിരുന്നു. അവസാനം അത് ജനങ്ങൾക്കൊരു കോമഡിയായി തോന്നി തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ പതുക്കെ എല്ലാ പാർട്ടിക്കാരും അതങ്ങ് നിർത്തി. ഉദാഹരണത്തിന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അദ്ദേഹം എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടായാൽ ഉടനെ പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണോ? ഒരിക്കലുമല്ല. ഉണ്ടായ തെറ്റിനെ പഠിച്ച് അത് ചൂണ്ടിക്കാട്ടി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കും. അതാണ് പ്രായോഗിക രാഷ്ട്രീയം. അതുപോലും മനസ്സിലാക്കാതെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ലൈനിൽ എല്ലാ കാലവും അദാനി BJP കള്ളക്കളി എന്ന് പറഞ്ഞ് നടന്നാൽ ജനങ്ങൾ കോമഡിയായി മാത്രമേ കാണൂ. ഇനിയിപ്പോൾ ശശി തരൂര് BJPയിലേക്ക് പോകാൻ നിൽക്കുന്ന നേതാവ് ആയതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് സംസാരിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് എങ്കിൽ അടുത്ത ചോദ്യം: കോൺഗ്രസ് നേതാവും MP-യുമായ രാജീവ് ശുക്ലയോ? അദ്ദേഹം പറഞ്ഞത് വാജ്പേയി സർക്കാരും മൻമോഹൻ സിംഗ് സർക്കാരും അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തി. ഇപ്പോഴത്തെ സർക്കാരും മോശമല്ലാതെ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രംപിന്റെ പരാമർശം വെറും വ്യാമോഹം മാത്രമാണ് എന്നാണ്. അപ്പോൾ രാജീവ് ശുക്ലയും BJPയിലേക്ക് പോകുവാണോ? ഇതെന്തോന്ന് കളിയാടാപ്പനെ? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് സൂക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി പക്വതയോടെ പ്രവർത്തിക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തില്ല എങ്കിൽ ഭാവിയിലും ഇതുപോലെ ഒറ്റപ്പെടാമെന്നല്ലാതെ മറ്റൊരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതൊക്കെ നോക്കിയും കണ്ടും നിന്നില്ല എങ്കിൽ കോൺഗ്രസിന്റെ ഭാവിക്കും ഇന്ത്യയുടെ ഭാവിക്കും അതൊട്ടും ഗുണം ചെയ്യുകയുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. കമന്റുകൾ ചെയ്യുക. സാധിച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിച്ചേക്കണേ.